സംസ്ഥാനക്കാരനായിരിക്കാൻ ഒരുപക്ഷെ പ്രതിയെങ്കിൽ പോലും ആ നിലയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇവരുടെ അന്യസംസ്ഥാനക്കാരുടെ ബയോഡേറ്റയും വിവരങ്ങളും അതാത് സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുള്ള നിയമം ഇവരെ ഉപയോഗപ്പെടുത്തുന്ന തൊഴിലുടമ പാലിക്കുന്നില്ല കൊണ്ട് മാത്രം അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നോക്കിയാൽ ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ വരുന്നൊരു മേഖല പെരുമ്പാവൂരായിരുന്നു. ഈ ഫൈബർ ഫാക്ടറി കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിപ്പോൾ 10,000-കണക്കിന് പേര് വരും. ഇതിനെ മുഴുവൻ മോണിറ്റർ ചെയ്ത് ഒന്നാമതൊരു സ്വമേധയാവുന്ന തരത്തില്ല. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ പലപ്പോഴും വരുമ്പോൾ ആ വരുന്ന പോലീസ് സ്റ്റേഷനിൽ NOC വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ഹോട്ടലിൽ ഫൈബർ ഫാക്ടറി മറ്റുള്ള ഫാക്ടറിക്ക് ഇതിന് കെട്ടിട നിർമ്മാണ മേഖലയിൽ വരെ ഒരുപാട് പേര് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവരോടൊപ്പം NOC ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പറയുമ്പോൾ ഓർത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും തൊഴിലാളികളെ കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇത് പരിശോധിച്ചിട്ട് കുറേ കൂടി ഫലപ്രദമായ രീതിയിൽ അതിൻ്റെ അതോറിറ്റിയായ ലേബർ ഓഫീസറുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുന്ന കാര്യം പരിശോധിക്കും. ഇപ്പോൾ തന്നെ സ്റ്റേറ്റ് വൈഡായിട്ട് തന്നെ ആൻറ്റി നാർക്കോട്ടിക് സ്ക്വാഡുണ്ട്. അപ്പോൾ അവരുടെ കൂടി സേവനം പ്രയോജനപ്പെടുത്തി ലഹരി മാഫിയക്കെതിരെയുള്ള നടപടി വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാറ്. അതുപോലെ തന്നെ പഴയ ഇന്ത്യ മുൻഗാമിയായിട്ടുള്ള ശ്രീ യതീഷ് ചന്ദ്ര ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യും. സൈബർ സ്പേസ് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇപ്പോൾ സൈബർ ക്രൈംസ് നാച്ചുറലായിട്ട് കൂടും. സ്റ്റേറ്റ് വൈഡായിട്ട് തന്നെ കൂടുന്നത് നാഷണൽ ഫെനോമിനയാണ്. അതിനെതിരായിട്ട് നമുക്ക് എടുക്കാവുന്ന നടപടികൾ മുഴുവൻ അത് ഏതൊക്കെ രീതിക്കുള്ള നടപടി എടുക്കാമെന്ന് മുഴുവൻ ചെയ്യില്ല. വാട്സാപ്പ് വഴിയായിട്ടുള്ള മോശമായ മെസ്സേജ്, ഫേസ്ബുക്കിൽ കൂടിയുള്ള മോശമായിട്ടുള്ള മെസ്സേജ്, ഫേസ്ബുക്കും മറ്റുമൊക്കെ ഹാക്ക് ചെയ്തിട്ട്